വി.ഡി. സതീശനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏവ? പരവൂർ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നു. കേരളത്തിൻ്റെ 24ാമത്തെ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി പദത്തിലെത്തുന്ന 13ാമത്തെ വ്യക്തി. 1, 2, 3 എന്നീ പ്രസ്താവനകൾ ശരിയാണ്. രമേശ് ചെന്നിത്തല കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളിൽ ഉൾപ്പെടാത്തത് ഏത്? ജയിൽ, വിജിലൻസ്, ധനകാര്യം, ആഭ്യന്തരം. ഉൾപ്പെടാത്ത വകുപ്പ് ധനകാര്യമാണ്. ധനകാര്യം വി.ഡി. സതീശൻ നമ്മുടെ മുഖ്യമന്ത്രിയാണ് കൈകാര്യം ചെയ്യുന്നത്. കെ. മുരളീധരൻ പ്രതിനിധീകരിക്കുന്ന നിയമസഭാ മണ്ഡലം ഏതാണ്? അരൂർ, ഹരിപ്പാട്, പരവൂർ, വട്ടിയൂർക്കാവ്. വട്ടിയൂർക്കാവ് മണ്ഡലമാണ് വരുന്നത്. 16ാം കേരള നിയമസഭയുടെ പ്രോട്ടേം സ്പീക്കർ ആരാണ്? 16ാം കേരള നിയമസഭയുടെ പ്രോട്ടേം സ്പീക്കർ ആരായിരുന്നു? ജി. സുധാകരൻ. അദ്ദേഹം അമ്പലപ്പുഴ മണ്ഡലമാണ് പ്രതിനിധീകരിക്കുന്നത്. സണ്ണി ജോസഫ് കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളിൽ ശരിയായത് ഏത്? വൈദ്യുതി, പരിസ്ഥിതി, പാർലമെൻ്ററി കാര്യമാണ്. ഷാനിമോൾ ഉസ്മാൻ്റെ നിയമസഭാ മണ്ഡലം ഏതാണ്? അരൂർ. അപ്പു ജോൺ ജോസഫിൻ്റെ പദവി എന്താണ്? 16ാം കേരള നിയമസഭയിലെ ചീഫ് വിപ്പാണ് അദ്ദേഹം. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതിനിധീകരിക്കുന്ന മണ്ഡലം കോട്ടയം മണ്ഡലത്തെയാണ് അദ്ദേഹം പ്രതിനിധീകരിക്കുന്നത്. പിണറായി വിജയൻ്റെ ഒഫീഷ്യൽ പദവി എന്താണ്? അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്. ധർമ്മടം മണ്ഡലത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. ജി. സുധാകരൻ പ്രതിനിധീകരിക്കുന്ന മണ്ഡലം ഏത്? ജി. സുധാകരൻ പ്രതിനിധീകരിക്കുന്ന മണ്ഡലം ഏതാണ്? അദ്ദേഹം അമ്പലപ്പുഴ മണ്ഡലമാണ് പ്രതിനിധീകരിക്കുന്നത്. വി.ഡി. സതീശൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളിൽ ഉൾപ്പെടാത്തത് ആരോഗ്യം. ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് കെ. മുരളീധരനാണ്. കെ. മുരളീധരൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഏതെല്ലാം? ആയുഷ്, ആരോഗ്യം, ദേവസ്വം. പിണറായി വിജയൻ പ്രതിനിധീകരിക്കുന്ന മണ്ഡലം ഏതാണ്? കണ്ണൂർ ജില്ലയിലെ ധർമ്മടം മണ്ഡലമാണ് പ്രതിനിധീകരിക്കുന്നത്. രമേശ് ചെന്നിത്തല ഏത് മണ്ഡലത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്? അദ്ദേഹം ഹരിപ്പാട് മണ്ഡലമാണ്. അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് ആഭ്യന്തരം, വിജിലൻസ്, ജയിൽ, ഫയർ ആൻഡ് റെസ്ക്യൂ ആണ് വരുന്നത്. അപ്പു ജോൺ ജോസഫ് ഏത് മണ്ഡലത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്? തൊടുപുഴ മണ്ഡലമാണ് വരുന്നത്.